ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. കുറച്ചു മുമ്പ് അക്ബർ, റെന, ഫാത്തിമ, ആദില കൂടി ഇരുന്ന് ചർച്ചയായിരുന്നു. ടോപ്പിക് അനുമോളാണ് കേട്ടോ. ചെറിയൊരു ചർച്ചയാണ്, പക്ഷെ ടോപ്പിക് അനുമോളായിരുന്നു. റെന പറയുന്നുണ്ട്, അനുമോളുടെ കോണ്ടന്റ് ഒക്കെ തീർന്നല്ലേ, ഇപ്പൊ മിണ്ടാതിരിക്കുവാണ്, ആരുടെയും പുറകെ വരുന്നില്ല. ഈ സമയത്ത് അനുമോൾ ആ ഒരു മേക്കപ്പ് ഏരിയയിൽ ഇരിക്കുവാണെന്ന് തോന്നുന്നു. അനുമോളെയും കാണിക്കുന്നുണ്ട്. അക്ബർ പറയുന്നു, കോണ്ടന്റ് ഉണ്ടാക്കാൻ അനുമോൾ ശ്രമിക്കുന്നൊക്കെയുണ്ട്. ഇന്നലെ പോലും കിച്ചണിൽ വന്നത് എനിക്ക് തീരെ പിടിച്ചില്ല, ഞാൻ മൈൻഡ് ആക്കാണ്ടിരുന്നതാണ്. കോണ്ടന്റ് ഉണ്ടാക്കാൻ അനുമോൾ നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ അക്ബർ പറയുന്നുണ്ട്. ആദിലയും എന്തോ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ അനുമോളെ പറ്റി. ആദില അനുമോൾക്കെതിരായിരിക്കുകയാണ്. അപ്പൊ അനുമോളുടെ കോണ്ടന്റുകളും കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് അങ്ങനെ അവസാനിക്കുമെന്ന് ഇവർ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ബി മെറ്റീരിയൽ ആയിട്ടുള്ള ഒരാളാണ്. സ്വാഭാവികതയാണ് അനുമോളുടെ ഗെയിമിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വളരെ നാച്ചുറൽ ആയിട്ടാണ് അനുമോളുടെ ഓരോ കണ്ടന്റുകളും ഡെവലപ്പായി വരുന്നത്. അല്ലാതെ അനീഷിനെ പോലെ അങ്ങനെ എയറിൽ നിന്ന് നിസ്സാര ഒരു സാധനം വെച്ചിട്ട് അങ്ങനെ പിടിച്ചു കയറി ഒരു സംഭവം ഉണ്ടാക്കാനൊന്നും അനുമോളെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇവരിങ്ങനെ ഈ ഗ്രൂപ്പ് ചർച്ച നടത്തിയാലൊന്നും അനുമോളുടെ ഗെയിം അങ്ങനെ വീക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വോട്ടിങ്ങിലും എല്ലാത്തിലും മുകളിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. നല്ല രീതിയിൽ തന്നെ ബോധവും ഉണ്ട്, പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്നുള്ള ഒരു ഐഡിയയും അനുമോൾക്കുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അനുമോൾ ആക്റ്റീവായി ഗെയിം കളിക്കുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഈ റെന ഫാത്തിമ എന്ന് പറയുന്ന പോലെ അങ്ങനെ തീരുന്ന ഒരു കണ്ടസ്റ്റന്റ് ഒന്നും അല്ല അനുമോള്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക്